കേരളത്തിലെ ഏറ്റവും മനോഹര വനഭൂമിയായ ശബരിമല കാടിനുള്ളിലൂടെ ഒരു യാത്ര. അതാണ് നമ്മുടെ ഈ വീഡിയോ. ശബരിമല കാട് എന്ന് പറയുമ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. ഇതുവരെ കണ്ടിട്ടുള്ള കാടുകളിൽ, പ്രത്യേകിച്ച് പുൽമേടുകളിൽ ഏറ്റവും മനോഹരമായ ഭൂമിയിൽ കൂടിയാണ് നമ്മുടെ യാത്ര. മൃഗങ്ങളെയും കണ്ട് വനത്തെ അനുഭവിച്ചൊരു യാത്ര. എല്ലാവർക്കും സ്വാഗതം. തുടക്കം തന്നെ ഒരു കാര്യം പറയാം. 2-3 കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ യാത്ര ഭയങ്കര ഇഷ്ടമായി. ഒന്ന്, നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന ഈ ലാൻഡ്സ്കേപ്പാണ്. 2, കാടിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതൊരു ഭക്തിപൂർവ്വമുള്ള യാത്രയാണ് ഇതുവഴി തീർത്ഥാടകർ നടത്തുന്നതെങ്കിൽ പോലും ഈ കാടിനെ അനുഭവിക്കുക, പ്രകൃതിയെ അനുഭവിക്കുക, ഒപ്പം തന്നെ മൃഗങ്ങൾ, കരിങ്കുരങ്ങ് ഇഷ്ടം പോലെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ വികൃതികളും അതിൻ്റെ കുറേ ലൈഫ് പിക്ചറും ഒക്കെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് പോകുന്നു, ശബരിമല സന്നിധാനം കാണാം, അതിനൊപ്പം തന്നെ ഈ കാടുമെല്ലാം അനുഭവിച്ച് തന്നെയാണ് നമ്മുടെ യാത്ര. ശബരിമല കാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുല്ലുമേട്ടിൽ കൂടിയാണ് നമ്മളീ പോകുന്നത്. പുല്ലുമേട്ടിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ വളരെ ദൂരെ വന്യമൃഗങ്ങളെ കാണാം. ഇതിപ്പോൾ കാട്ടുപോത്തിൻ്റെ ചെറിയൊരു കൂട്ടമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ മാത്രമല്ല, രാവിലെ ആദ്യമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ആനകൾ, അങ്ങനെ മാനുകൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഇവിടെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടൈഗർ റിസർവാണ്. അതായത് കടുവയുണ്ട്, പുലിയുണ്ട്, അങ്ങനെ ഏതാണ്ട് എല്ലാ മൃഗങ്ങളും ഉണ്ട്. കാടിൻ്റെ ഒരു സമ്പന്നത തന്നെ സൂചിപ്പിക്കുന്നതാണ് ഈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. പറമ്പിക്കുളം കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു ടൈഗർ റിസർവ് കേരളത്തിനുള്ളത് നമ്മുടെ ഈ പെരിയാറാണ് ആദ്യമായിട്ട് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞാൽ, ഈ യാത്ര ആരംഭിക്കുന്നത് വണ്ടിപ്പെരിയാറിന് സമീപമുള്ള സത്രം എന്ന സ്ഥലത്ത് നിന്നാണ്. അവിടെ ഫോറസ്റ്റ് എൻട്രി ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നും ഈ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പുല്ലുമേട് എന്ന സ്ഥലത്തെത്താം. പുല്ലുമേട്ടിലാണ് പണ്ട് ദുരന്തം ഉണ്ടായത്. 100-ലധികം സ്വാമിമാർ മകരവിളക്ക് കാണുന്നതിൻ്റെ ഭാഗമായി നിന്നപ്പോൾ 100-ലധികം സ്വാമിമാർ അന്ന് തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരമുണ്ട് ശബരിമല സന്നിധാനത്തേക്ക്. ഈ പുൽമേട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് കയറി വരുമ്പോൾ ഭക്ഷണം കിട്ടാൻ സൗകര്യമുള്ള ഒരു സ്ഥലം. ഇവിടെ കഞ്ഞിയൊക്കെയുണ്ട്, ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ പരിശോധന നടത്തിയ ശേഷമാണ് ശബരിമലയിലേക്ക് സ്വാമിമാരെ കടത്തിവിടുന്നത്. ഗംഭീര സ്ഥലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പുല്ലുമേടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പാണ് ഈ യാത്രയിൽ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു സ്ഥലം.
ഏതാണ്ട് പുല്ലുമേട് തീരാനാകുമ്പോൾ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാൽ ശബരിമല സന്നിധാനം കാണാം എന്നുള്ളതാണ് പ്രത്യേകത. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റാണത്. അപ്പോൾ പുല്ലുമേടിൽ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി കാടിൻ്റെ വേറൊരു ടെറൈൻ തന്നെയാണ്. മനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന കാട്. നിരവധി വമ്പൻ മരങ്ങളുണ്ട്, കുറ്റിക്കാടുകളുണ്ട്. അതുവഴിയാണ് ഇനിയുള്ള യാത്ര. പ്രകൃതിയെ ഇങ്ങനെ അറിഞ്ഞനുഭവിച്ച് യാത്ര ചെയ്യാം ഇവിടെ. പക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പക്ഷികളുടെ ശബ്ദം കേൾക്കാം. ഏതു സമയവും ചാടി വീഴാവുന്ന മൃഗങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ അയ്യപ്പ ഭക്തരിങ്ങനെ നിറഞ്ഞു പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഒരു റൗണ്ട് നടന്ന് ഈ വഴി ക്ലിയർ ചെയ്ത് കൊമ്പന്മാരൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. അപ്പോൾ ഇനി കാടിനുള്ളിലൂടെ കാടിൻ്റെ ശബ്ദമറിഞ്ഞൊരു യാത്രയാണ്. പുല്ലുമേട്ടിൽ നിന്ന് യാത്ര തുടങ്ങി ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ എത്തുമ്പോൾ നമ്മൾ കഴുതക്കുഴി എന്ന സ്ഥലത്തെത്തും. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് പിന്നെ ശബരിമലയ്ക്ക്. അതായത് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റുള്ള സ്ഥലമാണിത്. ഇവിടെയും കുടിവെള്ളവും മറ്റും കിട്ടും. അത്യാവശ്യം ലഘുപാനീയങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. EDC വഴി വനംവകുപ്പിൻ്റെ ചെറിയ കട ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചു വേണം തുടർ യാത്ര ചെയ്യാൻ. കാരണം ഇനിയുള്ളത് ആകെ പാണ്ടിത്താവളത്തിൽ മാത്രമാണ് ഭക്ഷണമോ എന്തെങ്കിലും വെള്ളമോ ഒക്കെ ആകെ കിട്ടുക.
കഴുതക്കുഴിയിൽ നിന്ന് പിന്നെയും ഏതാണ്ട് 1 കിലോമീറ്ററോളം അപ്പുറം എത്തിയാൽ കുമ്പളാന്തോട് എന്ന് പറയുന്ന ഒരു അരുവിയുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്, നല്ല സുഖമാണ് ഇവിടെ ഒരു കുളി പാസ്സാക്കാൻ. അതായത് നമ്മൾ താഴേക്ക് പിന്നെയും പോകുമ്പോൾ ഉരൽക്കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഉരൽക്കുഴിയൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണമെങ്കിൽ, യാത്രയുടെ ക്ഷീണം മാറ്റാൻ ഇവിടെ ഒരു കുളി അടിപൊളിയാണ്. നമ്മുടെ ഈ യാത്രയിൽ പലതരം മനുഷ്യരെ കാണുന്നുണ്ട്. പ്രായമായവർ, കൊച്ചുകുട്ടികളാണ് ഏറ്റവും താല്പര്യത്തോടെ ആവേശപൂർവ്വം ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ നടന്നു പോയി കാണുന്നത്. പ്രായമുള്ളവർക്കും ഈ കാട് ഇതൊരു അനുഭവം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവരുടെ യാത്രയും അവരുടെ ഒരു ആവേശമൊക്കെ കാണുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു പരിശോധന ഉള്ളതുകൊണ്ടായിരിക്കും, ഇത്രയധികം ആളുകൾ പോകുന്നതുകൊണ്ടായിരിക്കും കാര്യമായ മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ മൃഗങ്ങൾ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നും. ഇതാ ഒരു കാട്ടുകോഴി പോകുന്നുണ്ട്. അതേപോലെ ഇവിടെ കണ്ട വേറൊരു കാഴ്ച ചെങ്കീരികളാണ്. ചെങ്കീരികളെയും കാണാൻ പറ്റി. മറ്റൊരു മനോഹരമായ കാഴ്ചയുള്ളത്, ഈ വീഡിയോ പൂർണ്ണമായും മൃഗങ്ങളുടെ കാര്യത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നീലഗിരി ലങ്കൂറിൻ്റെ കാര്യത്തിലാണ്. അതായത് കരിങ്കുരങ്ങന്മാരാണ്. അത് ഈ പാണ്ടിത്താവളത്തിൽ നിന്നാണ് കണ്ടത്. പാണ്ടിത്താവളത്തിലെ ഏതാണ്ട് സന്നിധാനത്തോട് ചേർന്ന സ്ഥലമാണ്. അവിടുത്തെ കെട്ടിടങ്ങളുടെ മുകളിലും മരത്തിലുമൊക്കെ ഇവ ഇഷ്ടം പോലെയുണ്ട്. അവയുടെ കുറേ വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞു. അതെല്ലാം നിങ്ങൾക്ക് അവരുടെ ലൈഫ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ സ്നേഹവും എല്ലാം അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഈ കരിങ്കുരങ്ങനെ നോക്കി നിന്നാൽ അതിൻ്റെ കൗതുകം അവസാനിക്കില്ല. അത്രയധികം വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വ്ലോഗ് ഒരുപാട് നീണ്ടുപോവുകയാണ്, ട്രാവൽ സ്റ്റോറി. അപ്പോൾ അത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നീലഗിരി ലങ്കൂറിൻ്റെ കാഴ്ചകൾ മാത്രമായൊരു എപ്പിസോഡ് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ ശബരീശ നടയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയണം. അപ്പോൾ തന്നെ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. നമുക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അപ്പോൾ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ശബരീശ നടയിലേക്ക് പോകുന്നു. എല്ലാവർക്കും നന്ദി.